ഇന്ന് രാവിലെ 9:45 ചെന്നിത്തല ഗൗരിയമ്മയുടെ വസതിയിലെത്തിയത്. അതിനുശേഷം 45 മിനിറ്റോളം ചർച്ച നടത്തി. ചർച്ച പരാജയമാണെന്ന് വേണം നമുക്ക് പറയാനായിട്ട്. കാരണം PC ജോർജ് വിഷയം, PC ജോർജ് ഗൗരിയമ്മയെ അസഭ്യം പറഞ്ഞ സംഭവത്തിൽ ഈ കാര്യത്തിൽ PC ജോർജിനെ സ്ഥാനത്തുനിന്ന് നീക്കണമെന്നാണ് JSS ഉന്നയിച്ച ആവശ്യം. ആ ആവശ്യത്തിൽ ഇപ്പോഴും ഗൗരിയമ്മ ഉറച്ചു നിൽക്കുകയാണ്. PC ജോർജിനെ സ്ഥാനത്തുനിന്ന് നീക്കാതെ UDF യോഗത്തിൽ ഗൗരിയമ്മ പങ്കെടുക്കില്ല എന്ന് മുമ്പ് പറഞ്ഞു. JSS പങ്കെടുക്കില്ലെന്ന് മുമ്പ് പറഞ്ഞിരുന്നു. ഈ കാര്യവും ചർച്ച ചെയ്യാനാണ് ചെന്നിത്തല എത്തിയത്. എന്നാൽ JSS UDF യോഗത്തിൽ, നാളെ നടക്കുന്ന UDF യോഗത്തിൽ പങ്കെടുക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ടെങ്കിലും PC ജോർജിന്റെ വിഷയത്തിൽ നിലപാട് മാറ്റാൻ തയ്യാറായിട്ടില്ല. അത് മാത്രമല്ല, ഈ സമയത്ത് ചെന്നിത്തലയുമായി ചർച്ച നടക്കുന്ന അതേ സമയത്ത് തന്നെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും UDF കൺവീനർ PP തങ്കത്തിനും ഗൗരിയമ്മയുമായി ടെലിഫോണിൽ സംസാരിച്ചിരുന്നു. എന്നാൽ PC ജോർജിന്റെ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്നുള്ള നിലപാടാണ് ഗൗരിയമ്മ എടുത്തിരിക്കുന്നത്. PC ജോർജിന്റെ വിഷയത്തിൽ എന്ത് നിലപാടാണ് KPCC പ്രസിഡന്റ് മുന്നോട്ട് വെച്ചത്? എന്ത് നിർദ്ദേശമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്? KPCC പ്രസിഡന്റിന്റെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, PC ജോർജിന്റെ വിഷയത്തിൽ PC ജോർജിനെ ചീഫ് വിപ്പ് സ്ഥാനത്ത് നിന്ന് മാറ്റാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. എന്നാൽ PC ജോർജിനെ കൊണ്ട് ഗൗരിയമ്മയോട് ക്ഷമ പറയിപ്പിക്കാൻ തയ്യാറാണ് എന്നുള്ള ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് നമ്മൾ അറിയുന്നത്. എന്നാൽ ഇതുകൊണ്ടൊന്നും തൃപ്തിയാകുന്ന തരത്തിലല്ല ഗൗരിയമ്മ നിൽക്കുന്നത്. കാരണം PC ജോർജ് വിഷയം ഇത്രമാത്രം PC ജോർജിനെ കെട്ടഴിച്ച് വിട്ടിരിക്കുകയാണ് എന്നുള്ളൊരു നിലപാടാണ് ഗൗരിയമ്മ എടുത്തിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ഗൗരിയമ്മ രമേശ് ചെന്നിത്തലയെ ശാസിച്ചു എന്നുമാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്.